വെൽക്കം ടു മൈ ചാനൽ ഈസി ആൻഡ് ടേസ്റ്റി. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ അപ്പമാണ്. ചിക്കൻ ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു അപ്പം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഇത് ചിക്കൻ്റെ ഫില്ലിംഗ് അല്ലാണ്ട് ഫിഷിൻ്റെ ഫില്ലിങ്ങും അതേപോലെ തേങ്ങയുടെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ദശകട്ടിയുള്ള ഫിഷ് എടുത്തിട്ട് അതിൽ മഞ്ഞളും ഉപ്പും മുളകും കുറച്ച് പെപ്പറും കൂടെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. എന്നിട്ട് എണ്ണയിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അധികം ഗ്രൈൻഡ് ചെയ്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതക്കിയത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ഇതിലിട്ട് കൊടുക്കാം. ചിക്കൻ അധികം ഇങ്ങനെ അരഞ്ഞ പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം. ചിക്കൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളെല്ലാം ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്, താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കെച്ചപ്പിൻ്റെ മണമൊന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് കോട്ട് ചെയ്യാനുള്ള മാവ് തയ്യാറാക്കാം. ഈ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തതിന് ശേഷം ഈ അരിപ്പൊടിയിൽ ഇട്ട് കൊടുക്കുക. ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ മിക്സും ഉപ്പും മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിക്കനുസരിച്ചിരിക്കും. ഇവിടെ ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ ചൂട് മാറുമ്പോഴത്തേനും നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഈ പൊടിയും കൂടെ നന്നായിട്ട് മിക്സായി വരണം.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ടും ചെയ്യാം. പക്ഷേ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അത് വെള്ളത്തിൻ്റെ ചൂട് പോകുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആകെ കൊള്ളാവും. ഈ വെള്ളം പൊടി എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കയ്യിൽ ഓയിൽ തടവിയിട്ട്, ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിയുടെ അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം. അധികം വലിപ്പം കൂടേണ്ട, കാരണം ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാവിൻ്റെ കട്ടി കൂടിയ പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു 1.5 കപ്പ് പൊടി കൊണ്ട് എനിക്കിവിടെ 14 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോ ബോൾസിൻ്റെ ഉള്ളിലും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ എല്ലാതും ഈ മാവിൻ്റെ സൈഡെല്ലാം കൂടെ സെൻറ്ററിലേക്ക് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ബോളാക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ തട്ടുകൾ വെച്ച് കൊടുക്കാം. ആ തട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പം വെന്ത് വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഒട്ടി പിടിച്ച പോലെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ബോൾസും എല്ലാ തട്ടിലും ഇതുപോലെ ചെയ്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കുക്കായിട്ടുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓരോ തട്ടെടുത്തിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ തട്ടിൽ ഓൾറെഡി ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബോൾസ് പോലും പൊട്ടിയിട്ടില്ല, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. ഇതിൻ്റെ ഫില്ലിങ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ മീൻ വെച്ചിട്ടും അല്ലെങ്കിൽ തേങ്ങ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്